ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പുട്ടും കടലയൊക്കെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്കുകളൊന്നുമില്ല കേട്ടോ. സാധാരണ സാറ്റർഡേ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ഡാൻസ് ക്ലാസ് പോകണം. മോൾക്ക് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസങ്ങളാണ് കേട്ടോ, ശനിയും ഞായറൊക്കെ. അപ്പോൾ ഈ വീക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് സമയം എടുത്ത് ലുലു മാളിലൊക്കെ ഒന്ന് പോയി വീക്കെൻഡ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലൊക്കെ പോകണം, അത് കഴിഞ്ഞ് ലഞ്ച് ഉണ്ടാക്കണം, വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് അടുത്തുള്ള ഷോപ്പിലൊക്കെ പോകാറാണ്, അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോകാറ്. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ച് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് സാവധാനം റിലാക്സ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ലഞ്ച് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഞാൻ റൈസ് പോട്ടിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബീൻസ് തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ബീൻസും സവാളയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടുക് പൊട്ട് പച്ചമുളകും കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അത് വെന്ത് കഴിഞ്ഞ് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. പിന്നെ ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വല്ലപ്പോഴും ചെയ്യാറുള്ളതാണ്. നാളികേരം ഉണ്ടല്ലോ, കുറച്ച് നാളികേരം 3-4 ടീസ്പൂൺ നാളികേരത്തിൽ 2 വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കും. മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത് ഇതിൽ ചേർക്കും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ കൂടുതലും ചെയ്യുക. ബീൻസ് തന്നെ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആക്കി മാറ്റും. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ ചുമന്നുള്ളി ചേർത്താലും മതി കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് ആവി കയറ്റി എടുത്താൽ നമ്മുടെ ബീൻസ് തോരൻ റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഡിഷും കൂടി ഉണ്ടാക്കാം. പയർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പയറും മത്തങ്ങയും ഓലനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പയർ ഞാൻ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് മത്തങ്ങ നമ്മൾ ഓലന് അരിയണ പോലെ ഒന്ന് കനം കുറഞ്ഞിട്ട് ഇങ്ങനെ പരത്തി കേട്ടോ അരഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനോട്ട് ആവശ്യമുള്ള എരിവ് നന്നായിട്ട് വേണമെങ്കിൽ 3-4 പച്ചമുളക് കീറിയിടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ പെരുവിനായിട്ട് ഈ പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ, നമ്മൾ സാധാരണ ഓല ഉണ്ടാക്കണ പോലെ തന്നെ. അപ്പോൾ പയർ അധികം ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ന് ഇട്ടപ്പോൾ കുറച്ചധികം പയറായിപ്പോയി. മത്തങ്ങ കൂടുതലെടുത്തിട്ട് പയർ കുറച്ചെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള മത്തങ്ങ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ വെന്ത് വരുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഞാൻ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്താൽ കുറച്ചുകൂടി സ്വാദാണ്, പക്ഷേ ഇങ്ങനെ കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് അമ്പലങ്ങളിൽ പ്രസാദം കിട്ടുമല്ലോ നമ്മൾ ഈ അന്നദാനത്തിനൊക്കെ, അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡിഷ് കഴിച്ചിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി ലുലു മാളിക്ക് ദൂരം അധികം ഇല്ലെങ്കിൽ 10-15 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ സൺഡേ ആയതുകൊണ്ട് തന്നെ ട്രാഫിക് ഇല്ലയെന്ന് വിചാരിച്ചു, പക്ഷേ അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ലുലു മാളിൽ എത്തി കേട്ടോ. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് തന്നെ അവർ മാളിലേക്കുള്ള കണക്ഷൻ അവർ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാളിലേക്ക് കയറാം. ഇതാണ് ലുലു മാളിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമുക്ക് എങ്ങനെ മാളിൽ പോകണമെന്ന് പറയുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് പോകാനായിട്ടുള്ള ഒരു സൗകര്യം അവർ ചെയ്ത് തന്നിരിക്കും കേട്ടോ. ഏത് ലുലു മാൾ നോക്കിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൊച്ചിയിലുള്ളതായാലും മെട്രോ ഡയറക്റ്റ് കണക്ടിവിറ്റിയാണ്. ഇപ്പോൾ റോഡിൽ നിന്നായാലും ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ മാളിലോട്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും മെയിൻ റോഡിൽ നിന്ന് തന്നെയാണ് മാളിലേക്കുള്ള ആ ഒരു വഴി അണ്ടർഗ്രൗണ്ട് പാസിലൂടെ അവരുണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഓഫറിനൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ബെറ്ററാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോരുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരക്ക് കൂട്ടാണ്ടിയാണ് കേട്ടോ ഇന്നത്തെ പർച്ചേസിങ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ. ഇനി തിരിച്ച് വീട്ടിലോട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ സ്ഥലത്തേക്കൊന്നും പോകാനില്ല. ഏകദേശം ഒരു 6:30 ഉണ്ടായിരുന്നു കേട്ടോ. 6 മണി 6:30 ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് വീട്ടിലോട്ട് എത്തണമെങ്കിൽ ഒരു 1 അവർ എടുക്കുകയും ചെയ്യും. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഗോൾഫിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അവിടെ ഗോൾഫ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കളിക്കാവുന്ന കേട്ടോ. ഏക്കർ കണക്കിന് സ്ഥലമാണ്. അത് തന്നെ ഗോൾഫ് കളിക്കാനായിട്ട് അങ്ങനെ സ്മൂത്താക്കി നല്ല നീറ്റാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഗോൾഫൊക്കെ കളിക്കാവുന്നതാണ് കേട്ടോ. This is all type hit ഈ പാട്ടാണത് റസ്പുട്ടിൻ ബോണിയം. നമ്മൾ ടിപ്പു സുൽത്താൻ പാലസ് ഇവിടെ അല്ലേ?
കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ചെവി കേൾക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് സൗണ്ടിൽ പാട്ടായിരിക്കും. മോളുടെ ഇഷ്ടം വേറെ, അച്ഛൻ്റെ ഇഷ്ടം വേറെ കേട്ടോ. മോളുടെ എന്തോ ഇംഗ്ലീഷ് പാട്ടും കാര്യങ്ങളൊക്കെയാണ്, ഇപ്പോഴത്തെ ജനറേഷനാണല്ലോ, അപ്പോൾ ആ ടേസ്റ്റിനനുസരിച്ചുള്ള പാട്ടാണ്. അച്ഛൻ്റെ ഇഷ്ടം വേറെയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള അത് വേണം ഇത് വേണം എന്നുള്ള ഓരോന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഒരു പാട്ട് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. അപ്പോഴേക്കും അടുത്ത പാട്ടിലോട്ട് പോകട്ടോ. സൺഡേ ആയതുകൊണ്ട് മാത്രമാണ് ഈ റോഡൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് കേട്ടോ. വർക്കിംഗ് ഡേ ആണെങ്കിൽ ഈ വഴിക്കൊന്നും വരാൻ പറ്റില്ല, അത്രയ്ക്കും ട്രാഫിക്കാണ്, ഹെവി ട്രാഫിക് ജാമാണ് കേട്ടോ. വർക്കിംഗ് ഡേ ദിവസമൊക്കെ ആണെങ്കിൽ ഒരുപാട് മണിക്കൂർ, അതൊരുപാട് സമയം എടുത്തിട്ടാണ് എല്ലാവരും ഓഫീസിലൊക്കെ എത്തുന്നത്. എത്രയോ നേരത്തെ ഇറങ്ങുന്നവരുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. ഈ റോഡൊക്കെ ഹെവി ട്രാഫിക് ഏരിയയാണ്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡ് തന്നെ ഒരു 9 മണിക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 11 മണിയാവും അവർ ഓഫീസിലൊക്കെ എത്താൻ. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ രാവിലെ നേരത്തൊക്കെ വർക്കിംഗ് ഡേ ദിവസമൊക്കെ ഈ വഴി വരാനായിട്ട്. ഇനി നമ്മൾ പോകുന്നത് എയർപോർട്ട് സൈഡിലേക്കാണ് കേട്ടോ. നമ്മൾ ഫ്ലാറ്റ് വന്നിട്ട് എയർപോർട്ട് സൈഡിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഫ്ലാറ്റ് എടുത്തതും ഒരു 5 വർഷം മുന്നെയാണ് ഫ്ലാറ്റ് എടുത്തത്. അപ്പോൾ എയർപോർട്ട് സൈഡിലായിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ട്രാവൽ ചെയ്യാനായിട്ട്, ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനായിട്ട് ആ എയർപോർട്ട് റോഡാണ് ഞങ്ങൾക്ക് കൂടുതലും കണക്ട് ചെയ്യാൻ എളുപ്പം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ എയർപോർട്ട് റോഡ്. ഇത് നേരെ പോകുന്നത് എയർപോർട്ടിലോട്ടാണ് കേട്ടോ. എയർപോർട്ട് റോഡ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ, ഈ ഏരിയയിലാണ് നമ്മൾ ആസ്ട്രും അതുപോലെ മണിപ്പാൽ ഹോസ്പിറ്റലും എല്ലാം ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽ, നല്ല നല്ല റെയിൻബോ ഹോസ്പിറ്റലുണ്ട്, സ്പർശുണ്ട്, അങ്ങനെ 3-4 ഹോസ്പിറ്റൽസും കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഈ റോട്ടിലാണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന മാൾ ഓഫ് ഏഷ്യയിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് മാൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വൺ ഓഫ് ദി ലക്ഷറി മാളാണ് കേട്ടോ ബാംഗ്ലൂരിലത്തെ. അപ്പോൾ അതും ഞങ്ങളുടെ അവിടെ തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് വരാൻ ഏറ്റവും എളുപ്പം മാൾ ഓഫ് ഏഷ്യയിലാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് കയറി പോണത്, ഇപ്പം ഇറങ്ങുന്നത് എയർപോർട്ട് റോഡിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ പോകും, ആ റോഡ് അങ്ങനെ പോകും. നമ്മൾ ബ്രിഡ്ജ് കയറിയില്ല, ഒന്ന് സൈഡിലത്തെ റോഡോട്ട് എടുത്തു കേട്ടോ. നമുക്കപ്പോൾ ചായയൊക്കെ ഒന്ന് കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും സൺഡേ അല്ലേ, അപ്പോൾ ലഞ്ചൊക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് പുതിയൊരു ഔട്ട്ലെറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ച്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നാടൻ പലഹാരങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ചായ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ 7 മണിയായിരുന്നു. അപ്പോൾ പിന്നെ ആദ്യം തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ 2 ടവൽ എന്ന് നല്ല ഓഫറിന് കിട്ടിയിരുന്നു കേട്ടോ, ബാത്ത് ടവൽ. അപ്പോൾ അത് ഞാൻ ടർക്കിയാണ് വാങ്ങിക്കാറ്, പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് അത്രയും കാനുള്ള ടർക്കി വേണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമെന്ന്. അപ്പോൾ നല്ല ഓഫറിന് കിട്ടും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിയവർക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ലെങ്ത്തും ഉണ്ട്, നല്ല വീതിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കളറാണ് എടുത്തത്, പിങ്കും എടുത്തിരുന്നു, ഒരു ബ്ലൂ എടുത്തിരുന്നു. എനിക്ക് തോന്നി പിന്നെ 2 കൂടി വാങ്ങിക്കായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ക്ലോത്തിങ് ഉപയോഗിച്ച് നോക്കിയാൽ എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ 2 എടുത്തത്. നല്ല ലെങ്ത് ഉണ്ട്, നല്ല വീതിയുണ്ട്. ഇപ്പോൾ വലിയവർക്കൊക്കെ അതിൽ ഉടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത്രയ്ക്കും കുളിക്കാനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമുക്ക് ഡ്രൈ ആക്കാനും എളുപ്പമാണ്. അപ്പോൾ അത് ഇത്രയും നീളമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനായത് 249 രൂപയാണ്. എനിക്ക് റേറ്റ് വന്നിട്ട് 99 ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ 2 എടുത്തു. ഒന്ന് പിങ്ക് എടുത്തു, പിന്നെ ഒന്ന് ബ്ലൂ എടുത്തു കേട്ടോ. നല്ല കോട്ടനാണ്, തുണി കുഴപ്പമില്ല. കഴുകിയാൽ വെള്ളമൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പാണ് കേട്ടോ. എനിക്ക് മോശമില്ല തോന്നി, 99 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കലണ്ടർ ഇക്കൊല്ലത്തെ കലണ്ടർ, ഞങ്ങൾക്ക് ഇവിടുത്തെ കലണ്ടർ കിട്ടിയെങ്കിലും നാട്ടിലെ കലണ്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും കേട്ടോ, അതൊക്കെ കിട്ടി. അപ്പോൾ കലണ്ടർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മേടിക്കണമായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ കേക്ക് വാങ്ങിച്ചിരുന്നു കേട്ടോ. 120 രൂപയായിരുന്നു കേട്ടോ, 120 റുപ്പീസായിരുന്നു. അപ്പോൾ ഒരു കേക്ക് 1/2 kg പ്ലം കേക്ക് വാങ്ങിച്ചിരുന്നു കേട്ടോ വൈകുന്നേരം കഴിക്കാനായിട്ട്. പിന്നെ പപ്പടം നമുക്ക് ഇവിടെ കിട്ടിയാലും അത്ര നല്ല കിട്ടാറില്ല. അപ്പോൾ ലുലു മാളത്ത് നല്ലതാവുമെന്ന് വിചാരിക്കുന്നു. കൈരളി പപ്പടമാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. ഇത് പിന്നെ ഹസ്ബൻഡിന് വാങ്ങിച്ചതാണ്, ഹെയർ കളർ കേട്ടോ. പിന്നെ സ്ക്രബ് വാങ്ങിച്ചു. പിന്നെ പച്ചരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പച്ചരിക്ക് ഇവിടെ 52-60 രൂപയാണ് കേട്ടോ, ദോശ റൈസിനൊക്കെ. പിന്നെ ഓണിയൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓണിയന് 1 kg 29 ആയിരുന്നു കേട്ടോ, 24-29. അപ്പോൾ 1.25 അടുത്തുണ്ടായിരുന്നു. പച്ചരി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ, പച്ചരിയുടെ വില വന്നിട്ട് 51 രൂപയാണ് കേട്ടോ ഇതിനകത്ത് 1 kg. അപ്പോൾ ഞാനിത് 2 കിലോനില്ല, 1.6 ഉണ്ട്. പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ പാഡ് കോട്ടൻ്റെ ആണ് കേട്ടോ. ഇത് പുതിയ ബ്രാൻഡ് ബെല്ലയുടെ. ഞാൻ ബെല്ലയുടെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. കോട്ടൻ്റെ ആണ് കേട്ടോ. പിന്നെ ചോക്കോസും വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നെ വാങ്ങിച്ചത് നാളികേരത്തിന് ഭയങ്കര റേറ്റാണ് കേട്ടോ ഇവിടെ. 47 രൂപയാണ് ഒരു പീസിന് കേട്ടോ. അപ്പം ഞാൻ മാർക്കറ്റിലാണ് പോയി മേടിക്കാറ്. അവിടെ ആകുമ്പോൾ നമുക്ക് നല്ല റേറ്റിന് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ നമുക്ക്. പിന്നെ അരിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കിട്ടിയത് ടേസ്റ്റി നേബിൾസിൻ്റെ അരിപ്പൊടിയായിരുന്നു കേട്ടോ. അത് 70 രൂപയായിരുന്നു കേട്ടോ കിലോന്. ഓഫർ ഉള്ളതുകൊണ്ട് 70 കിട്ടിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു കിലോനൊക്കെ ഇവിടെ 120 130 കേട്ടോ. പിന്നെ നേന്ത്രപ്പഴം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നേന്ത്രപ്പഴത്തിന് 40 കിലോന് എത്ര രൂപയായിരുന്നു, 59 അത്ര ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ 100 രൂപയാണ് സാധാരണയ്ക്കൊക്കെ ഞാൻ മേടിക്കാറ് കേട്ടോ. 90 റുപ്പീസ്, 89 ആ ഒരു റേറ്റാണ് കേട്ടോ. അപ്പോൾ 50 രൂപയ്ക്ക് 47 രൂപയ്ക്കൊക്കെ കിട്ടി അത്. പിന്നെ വാങ്ങിച്ചത് പട്ട, പിന്നെ ബാറ്ററി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അപ്പോൾ ഞാനുണ്ട്, മോളും ഉണ്ട്, ഹസ്ബൻഡും, 3 പേര് അവിടെ ഇവിടെ നിന്നൊക്കെ പറക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് അറിയണം കേട്ടോ. വലിയൊരു ബില്ല് എനിക്ക് കിട്ടിയിരുന്നു കേട്ടോ. ഇതെന്തായിരുന്നു, ഇത് പച്ചക്കറി എന്തോ ആണ് കേട്ടോ. പിന്നെ ക്യാരറ്റ്, അവിടെ പോകുമ്പോൾ ക്യാരറ്റ് നല്ല കിട്ടാറുണ്ട് കേട്ടോ, നല്ല ഫ്രഷ്. പിന്നെ ടൊമാറ്റോ, പിന്നെ ഇപ്പോൾ സീസൺ ആയി തുടങ്ങി ഗ്രേപ്സിൻ്റെ. അപ്പോൾ ഗ്രേപ്സ് നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയിരുന്നു കേട്ടോ. 108 രൂപ. ഹാഫ് കെ ജി തോന്നുന്നു, ഹാഫ് കെ ജി 1 കിലോനോ ഹാഫ് കെ ജി ആയിരിക്കാനാണോ. വീണ്ടും ഇതേ ഹെയർ കളർ ഉണ്ട്. എത്ര ഇട്ടിട്ടുണ്ട്, 1-2 ഉണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതേ പേസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ പോയ സ്ഥിതിക്ക് ഓഫറിന് കണ്ടപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. പേസ്റ്റ് ഇതിന് എന്തോ വില 300 സംതിങ് എന്തോ തോന്നുന്നു. 2 ഉണ്ട്. പിന്നെ ഇൻസസ്റ്റിക്ക്, അതൊക്കെ ചന്ദനത്തിരി, അതൊക്കെ ഹാഫ് പ്രൈസ് ഉള്ളൂ കേട്ടോ. 35 രൂപയാണ്ടുള്ളൂ ഹാഫ് പ്രൈസ്. പിന്നെ ഫിഷ് വാങ്ങിച്ചു കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രഷ് ഫിഷ് കിട്ടുമായിരുന്നു. അപ്പോൾ കിളിമീനില്ലേ, ചെമ്പല്ലി, അത് വാങ്ങിച്ചിരുന്നു കേട്ടോ. അത് 1 കിലോ 1.25 കിലോനില്ലേ, അതിന് 300-400 അടുത്ത് രൂപ ഉണ്ട്. ക്ലീൻ ചെയ്തെല്ലാം കിട്ടും. പിന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ സോപ്പ് പൗഡർ, പിന്നെ ഇന്നത്തെ പോലെ ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഓറഞ്ചിന് 75 രൂപയായിരുന്നു കേട്ടോ. പിന്നെ മേടിച്ചൊരു സാധനമാണ് നമുക്ക് നല്ല ലാഭത്തിൽ ഇന്നത്തെ പർച്ചേസിൽ കിട്ടിയതാണ്. അഡോറിൻ്റെ. ഞാൻ സോപ്പ് പൊടി അധികം ഉപയോഗിക്കാറില്ല. ഞാൻ വാഷ് ചെയ്യാനായിട്ട്, ക്ലോത്ത് വാഷ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിന് നല്ല പുതിയ കമ്പനി തോന്നുന്നു അഡോറിൻ്റെ. നല്ല ലാഭത്തിന് കിട്ടിയത്. 5 ലിറ്ററാണ് കേട്ടോ. 3+2 5 ലിറ്റർ എനിക്ക് വെറും 299 ആയിട്ടോ ആയിട്ടുള്ളത്. ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണോ എന്താണെന്നറിയില്ല, ഒരുപാട് സ്റ്റോക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഓഫറിൽ എനിക്ക് കിട്ടിയത് 5 ലിറ്ററിൻ്റെ ഈ ഒരു പാക്കിന് 299 ആണ് കേട്ടോ ആയത്. അപ്പോൾ എനിവേ ഉപയോഗിച്ച് നോക്കാം. ഫ്രണ്ട് ലോഡിനും ടോപ്പ് ലോഡിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് കേട്ടോ. പിന്നെ ഇതെന്താണ്, ചീസ് കേക്ക് എന്തോ ആണോ തോന്നുന്നു, മുകളെടുത്തിട്ടായിരിക്കും. പിന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നുണ്ട്. വന്നപാട് ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. പാല്, തൈര്, അതുപോലെ ഐസ്, എന്താണ് കോൾഡ് ടീയോ കോൾഡ് കോഫിയോ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ പർച്ചേസിങ്ങിന്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.